ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? എന്തായാലും കുഴി ചാട്. അപ്പൊ ഇപ്പൊ എങ്ങനെ ചാടിയാലും എന്താ? പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാണോ? രണ്ടിലും നല്ലതും ചീത്തയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. എന്താന്നറിയാമോ? അറിയാൻ പാടില്ലാത്ത കാട്ടാളിനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയാണ്. ഇതെന്താണ് ഈ കലണ്ടറെ സൂചി കുത്തി വെച്ചേക്കത്തെ? അത് ഞാൻ തയ്ച്ചിട്ട് ഇങ്ങോട്ടാണ് പെട്ടെന്ന് കുത്തുന്നതാ. അതല്ലേ കാലെ കൊണ്ടാൽ അയ്യോ വഴക്കൊണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഇത്രയും പൊക്കത്തിൽ കിടക്കുന്ന സൂചി എങ്ങനെയാ മനുഷ്യ നിങ്ങളെ കാലെ കൊള്ളുന്നേ? ഇതെന്റെ വീട്, എന്റെ ഭിത്തി, എന്റെ കസാര. എനിക്ക് തോന്നുന്നു ഈ കസാര കയറിയിട്ട് കലണ്ടറിലൊന്നും ചവിട്ടണം തോന്നിയിട്ടില്ല. നിങ്ങളുടെ മുട്ടുകാരിയാ തല്ലി ഓടിക്കുന്നേ. അയ്യോ, എന്റെ മുട്ടുകാർ തല്ലി ഓടിക്കുന്നത്? ഇപ്പൊ തന്നെ തല്ലി ഓടിക്കും. എടാ സുധാകര എന്നിട്ട് ഓടി തല്ലടാ. ഇവളെന്നെ മുട്ടുകാർ തല്ലി ഓടിക്കണം നിനക്ക് കാണാം. അതിന്റെ സുധാകരനെ വിളിക്കുന്നേ? അയലക്കത്താര് വഴക്കുണ്ടാക്കുന്നതാണ് സുധാകരന് ഭയങ്കര ഇഷ്ടം. ഒന്നും കണ്ട സുധാകരൻ അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നീ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണ് പേടി സുധാകരനെ സൂചിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് കാണണമായിരുന്നു. രവിവർമ്മ ചിത്രം വരച്ചതുപോലെ. എന്താ നോക്കുന്നേ? രവിവർമ്മ ഏത് ഭാഗത്താ വരച്ച് നിർത്തിയത് നോക്കി. കളിയാക്കാനല്ലേ അറിയത്തോ? ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് പേര് മറന്നല്ലോ അണ്ണാ. പക്ഷെ അണ്ണനെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അന്ന് എന്റെ പേരെന്ന് പറഞ്ഞു. അരിവാരി ഉണ്ണി. അരിപ്പാറ ഉണ്ണി. എന്തോ ഒരു ഉണ്ണി ഉണ്ടല്ലോ അണ്ണാ. ഹരിഹരൻ ഉണ്ണി. എല്ലാം ഒന്ന് മറക്കുവാ. അതെ അണ്ണാ, ഇന്ന് അച്ഛനെ ഒരു ചാക്ക് അരി എടുപ്പിച്ചായിരുന്നേ. അത് ഓട്ടോക്കാരൻ ഇവിടെ കൊണ്ടിട്ടങ്ങ് പോയി. അണ്ണ ഇതെടുത്ത് അകത്തോട്ട് നിട്ടേക്കാവോ? ഇത് ഒന്നല്ല 5 ചാക്കുണ്ടെങ്കിൽ ഞാൻ എടുത്ത് അകത്തിടും. എന്നാ പിന്നെ ഈ ഒരു ചാക്കൊന്നും എടുത്തിടും. 4 വരട്ടെ, എന്നിട്ട് വേണം തൊഴിച്ച് ഞാൻ അകത്ത് കയറ്റും. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അച്ഛനും അമ്മയും. അതല്ല, ഈ അസുഖം പാരമ്പര്യമായിട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവരും പറയണു ഒട്ടൻ നമ്പരാന് പ്രാന്താണത്രേ. പ്രാന്ത ആരൊക്കെയാ പറയണേ? കുട്ടികൾ പറയണു, വീട്ടുകാർ പറയണു, നാട്ടുകാർ പറയണു. എനിക്ക് പ്രാന്താണോ ബദിരേ? അല്ല, ഇതിന് മാത്രം നാട്ടുകാർ പറയാൻ എന്ത് അതിക്രമമാണ് കുട്ടൻ നമ്പരാൻ ചെയ്തത്? തളർന്നു കിടക്കുന്ന മുത്തശ്ശിയുടെ ചെവി ചൊറിഞ്ഞു കൊടുത്തത് പ്രാന്താണോ ബദിരേ? അത് സ്നേഹം കൊണ്ടല്ലേ? തൂവല് കൊണ്ടാണോ ചൊറിഞ്ഞു കൊടുത്തത്? അല്ല, പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട്. ബദിരേ, എനിക്ക് പ്രാന്താണോ? അല്ലല്ല, ഒരു സാധു ജീവിക്ക് കിടക്കാൻ ഒരു കിടപ്പാടം കൊടുത്തത് പ്രാന്താണോ ബദിരേ? ഏത് സാധു ജീവി ഏത് കിടപ്പാടം എങ്ങനെ കൊടുത്തു? മതിലിരുന്ന 3 തേളിലെ പിടിച്ച് അച്ഛന്റെ നിക്കറിനകത്ത് കയറ്റി വെച്ചു. എനിക്ക് പ്രാന്താണോ ബദിരേ? പറയൂ. അല്ലല്ല, എന്റെ കുഞ്ഞുവായിക്ക് പ്രാന്തല്ല. പിന്നെ പനിയും കുറുകുറു. സുമി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ഈ പ്രിയ ഏതാ? പ്രിയ HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന. ആരാ? രാജിമോൾ. അതാരാ? രാജുമോള് പുതിയതായിട്ട് ജോയിൻ ചെയ്തതാ. രാജിമോള് നിങ്ങളുടെ മോള് വല്ലതും ആണോ? അതിന്റെ പേരെങ്ങനാ? ശ്രീ ശകുന്തള ദേവി. ഇതാരാ? ഞങ്ങളുടെ മേടവാ. അത് കുഴപ്പമില്ല, പേര് കേട്ടാൽ അറിയാൻ ഇത്തിരി പ്രായമുണ്ട്. ഇതാരാ? പെട്ടെന്ന് വിളിക്കുമ്പോ പേര് സേവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ സേവ് ചെയ്യുന്ന. അതാരാ അതിന്റെ ഫോൺ വിളിക്കുന്നത്? അതാ രജനിയുടെ ഹസ്ബൻഡാ. രജനിയുടെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നത്? നിനക്ക് എന്നെ സംശയമാണോ? നിനക്കെന്നെ സംശയമല്ലേ? അത് പൊസസീവ്നെസ്. നിങ്ങൾ കാണിക്കുന്നത് സംശയം. ഈ കെട്ടിയവരൊക്കെ എന്ത് മനസ്സിലാവും? പൊസസീവ്നെസ് സംശയം തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ സംശയമല്ല.